വിശുദ്ധിയോടും നിർമ്മലതയോടും വേർപാടോടും കൂടെ സംബന്ധിക്കേണ്ടതായ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ തിരുമേശ. കർത്താവിൻ്റെ അത്താഴ്, ലോർഡ്സ് സപ്പർ, അങ്ങനെയാണല്ലോ ഇതിനെ അറിയപ്പെടുന്നത്. തിരുമേശ എന്നെ 2-3 പദപ്രയോഗങ്ങൾ അല്ലാതെ മറ്റൊന്നും ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇതിന് പേരുകളില്ല. കർത്താവിൻ്റെ മേശ, തിരുവത്താഴം, ഇങ്ങനെയുള്ളതായ പദങ്ങൾ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, ഫിസിക്കൽ പ്രസൻസോടുകൂടിയ പരസ്യ ശുശ്രൂഷ അവസാനിക്കുകയാണ്. പഴയ നിയമ ആചാരപ്രകാരമുള്ള പെസഹായുടെ രാത്രിയിലാണ് അതിന് വിരാമം കുറിക്കുന്നത്. സ്തോത്രം. യഹൂദ എവിടെയായിരുന്നാലും പെസഹ ആചരിക്കണം എന്നുള്ളത് നിർബന്ധമായ വിഷയമായിരുന്നതിനാൽ പെസഹ ആചരിപ്പാനായി അവരൊന്നിച്ച് കൂടി വന്നു. കർത്താവ് വിശേഷാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട തൻ്റെ 12 ശിഷ്യന്മാരുമായി ദൈവം അവർക്ക് വേണ്ടി വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറിയിൽ അവരൊന്നിച്ച് കടന്നു വന്ന് പെസഹ ആചരിച്ചു. പഴയ നിയമത്തിൻ്റെ ആ ചരിത്രപരമായ ശുശ്രൂഷയ്ക്ക് മിസ്രൈമ അടിമത്തത്തിൽ നിന്ന് 430 വർഷത്തോളം ഫറവോന്റെ അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ, ഒരു ദൈവത്തിന്റെ ജനമാണ്, അന്ന് രാത്രി ദൈവം തന്നെ അത്ഭുതകരങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ വിളിച്ച് അവിടെ നിറയ്ക്കതിൻ്റെ സ്മരണയ്ക്ക്, ഓർമ്മയ്ക്കായി പെസഹ എന്ന ആ ശുശ്രൂഷ തലമുറകളായി ആചരിക്കണമെന്ന് ദൈവം അവർ കൽപ്പന കൊടുത്തു. പെസഹയുടെ രാത്രിയിൽ വലിയ സംഹാര താണ്ഡവം മിസ്രൈമിൽ നടന്നു. ഫറവോന്റെ കൊട്ടാരം മുതൽ മിസ്രൈമിലുള്ളതായ എല്ലാ കുടിലുകൾ വരെയും സംഹാരദൂതൻ കയറിയിറങ്ങി. കടിഞ്ഞൂലുകളിൽ, മൃഗങ്ങളിലും മനുഷ്യനുമുള്ള എല്ലാ കടിഞ്ഞൂലുകളെയും അന്ന് രാത്രി സംഹരിക്കപ്പെട്ടു. വലിയൊരു കൂട്ടനിലവിളി മിസ്രൈമിൽ ഉയർന്നു. മിസ്രൈമിന്റെ ഇടയിൽ പാർക്കുന്ന ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ അന്ന് സന്തോഷത്തിന്റെയും ആർപ്പിന്റെയും ദിവസങ്ങളായിരുന്നു. അതിന് കാരണമായി തീർന്നത് കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അവർ പുരട്ടി. ആ രക്തം അടയാളമായിരുന്ന ഭവനത്തിന്മേൽ സംഹാരകന് കയറുവാൻ കഴിയില്ലായിരുന്നു. അന്ന് രാത്രി ഒരു വശത്ത് വലിയ വിലാപം നടക്കുമ്പോൾ മറുവശത്ത് വളരെ സന്തോഷത്തോടും ആർപ്പോടും കൂടി ജനം മിസ്രൈം വിട്ടുപോയി. ഇത് തലമുറയായി ഇത് ഓർക്കണം, ആചരിക്കണമെന്നുള്ളത് ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കുന്ന ദിവസവും അത് അവർ ആചരിച്ചു. ആ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവ് അപ്പം കരത്തിലെടുത്തു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 19-20 വാക്യങ്ങളൊന്ന് വായിച്ചു. ലൂക്കോസ് 22:19. അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്കറിയാം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന ഉളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. അപ്പോൾ പെസഹ അന്ന് രാത്രി ആചരിച്ചു. അതിനുശേഷം പഴയ നിയമത്തിലെ ആചാരമായ പെസഹയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് പുതിയ നിയമത്തിലെ പെസഹയ്ക്ക് പൊരുളായ കർത്താവിൻ്റെ തിരുമേശ അന്ന് സ്ഥാപിച്ചു. അതിനുശേഷം അവൻ അപ്പം, അങ്ങനെയാണ് നമ്മൾ വായിച്ചത്, അതിനുശേഷം അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. പഴയ നിയമ ഇസ്രായേലിനെ വലിയ സംഹാര താണ്ഡവത്തിൽ നിന്ന് വിടുവിച്ചത് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമായിരുന്നുവെങ്കിൽ, അവരെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് അന്ന് രാത്രി കനാൻ നാട്ടിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ ഘടകമായി തീർന്നത് ആ കുഞ്ഞാടിന്റെ രക്തമായിരുന്നെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് പാപത്തിന്റെ ചങ്ങലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ സ്വർഗീയ കനാനിലേക്കുള്ള യാത്രയ്ക്ക് നമ്മളെ യോഗ്യരാക്കി തീർത്തത്, അല്ലെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അറുക്കപ്പെട്ട
പെസഹ കുഞ്ഞാടിന്റെ, ക്രിസ്തുവിന്റെ, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന, കാൽവറിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുവാനും ധ്യാനിക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ഈ ശുശ്രൂഷയുടെ ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം ആ ചിന്ത? മെഫീബോശത്തിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ കഥാപാത്രത്തെ നമുക്കറിയാം. യോനാഥാന്റെ മകനാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അവനൊരു കുഞ്ഞു പൈതലാണ്. അവനെ എടുത്തുകൊണ്ട് അവന്റെ ബേബി സിറ്റർ രാത്രി ഓടിയ വഴിക്ക് കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ വീണുപോയി. ജന്മനാ വൈകല്യം ഇല്ലാത്തിരുന്ന കുഞ്ഞ് താഴെ വീണ കൂട്ടത്തിൽ 2 കാലും ഫ്രാക്ചറായി, 2 കാലും മുടന്തനായി. അവനെ ആരും ശ്രദ്ധിക്കാതെ, ഹല്ലേലൂയ, രാജകുടുംബത്തിൽ ജനിച്ചവനായിരുന്നെങ്കിലും എവിടെയൊക്കെയോ താമസിക്കുകയായിരുന്നു. എന്നാൽ ദാവീദ് അധികാര സ്ഥാനത്ത് വന്നപ്പോൾ ദാവീദ് ചോദിച്ചു, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? സ്തോത്രം. നമുക്ക് ആ സംഭവം അറിയാം. അങ്ങനെ മെഫീബോശത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവനെ രാജസന്നിധിയിൽ കൊണ്ടുവരുന്നു. നടന്നു വരുവാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ പോലെ അന്ന് വീൽ ചെയർ കാണത്തില്ല. ചിലരൊക്കെ താങ്ങിയെടുത്തായിരിക്കും കൊണ്ടുവന്ന് രാജാവിന്റെ മുൻപിൽ ഇരുത്തി. രാജാവ് അവനോട് പറഞ്ഞു, മെഫീബോശത്തെ, നീ ഇന്നു മുതൽ കൊട്ടാരത്തിൽ ഒരു അംഗമാണ്. ഇന്നു മുതൽ നീ രാജാവിന്റെ മേശയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ വസ്തുവോടും എല്ലാം തിരികെ തരുവാൻ ഞാൻ ഓർഡർ ഇടുകയാണ്. സ്തോത്രം. അന്നേരം മെഫീബോശത്ത് തിരികെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒന്നെടുത്തോന്ന് വായിച്ച്. 2 ശമൂവേൽ 9-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളാണ്. 7-8 വായിച്ച്. പ്രിയപ്പെട്ടവരെ, ഇച്ചിരി കടന്ന ചിന്തയാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നാം വരുമ്പോൾ, ദൈനംദിനം നാം ജീവിക്കുമ്പോൾ ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കർത്താവ്, ഹല്ലേലൂയ, പറയുവാൻ, എടുത്തു പറയുവാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതിരുന്ന എന്നെ. ഹല്ലേലൂയ. ആ മെഫീബോശത്തിന്റെ ചിന്താഗതി ഉണ്ടോ? താൻ തിരിച്ചു പറഞ്ഞത്, ചത്ത നായെ പോലെയുള്ള എളിയനെ എന്നെ കടാക്ഷിപ്പാൻ അടിയനെന്തു. അതൊരു അവിടുത്തെ ഒരു പദം, ഒരു ഫ്രൈസാണ്. ചത്ത നായ എന്നുള്ളത് കേട്ടോ. ദൈവമക്കളെ, നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ തിരുസന്നിൽ മടക്കുമ്പോൾ, തിരുവചനം കയ്യിലെടുത്ത് വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്ത, കർത്താവേ, ഈ വചനം എടുപ്പാൻ എനിക്ക് യോഗ്യതയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാൻ ഞാൻ അർഹനല്ലായിരുന്നു, യോഗ്യനല്ലായിരുന്നു. ഈ തിരുവചനം ശ്രവിപ്പാൻ എനിക്ക് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ നീ എന്നെ യോഗ്യനാക്കി തീർത്തുള്ള കർത്താവേ, സ്തോത്രം. എന്തായാലും എൻ്റെ പേരുള്ളതായ ക്വാളിറ്റി ഒന്നുമില്ലായിരുന്നു. അവിടെ നോക്കുമ്പോൾ എല്ലാം 0 ആണെങ്കിലും അവിടുന്ന് എന്നെ ആദരിച്ചല്ലോ. എന്നെ ഈ പ്രത്യേക പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള താഴ്മയോട് വേണം നമ്മൾ ജീവിക്കാൻ, നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മൾ കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു ചിന്താഗതി പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയിൽ നമ്മളെ ഭരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ ശുശ്രൂഷ അവസാനിക്കുന്ന ദിവസം താന് ആ മാളിക മുറിയിൽ അപ്പം കരത്തിലെടുത്തു. അതാണ് നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം. പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. ആ ശരീരം ജീവനുള്ളതായിട്ടാണ് അന്നേരം അവിടെ നിൽക്കുന്നത്. എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് തകർക്കപ്പെടുവാൻ പോവുകയാണ്. എന്തിനു വേണ്ടി തകർക്കപ്പെടുന്നു? യഹൂദനത് കൂടുതൽ മനസ്സിലാവും. ഒരു കുഞ്ഞാട് അവർക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്. അതിൻ്റെ രക്തം അടയാളമായിരുന്നത് കൊണ്ടാണ് അവർ സംഹാരകൻ പിടികൂടാതെ വണ്ണം അവിടെ നിന്ന് ഇറങ്ങിത്തിരിപ്പാൻ സാധിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി
തകർക്കപ്പെട്ടത് പാപരഹിതനായ കുഞ്ഞാടിനെ പോലെയുള്ള നമ്മുടെ കർത്താവ്. സ്തോത്രം. ഇന്ന് രാത്രി നിന്ന് സംബന്ധിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ ആ ഒരു താഴ്മയോടും ആ ചിന്തയോടും കൂടി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മേശയിലേക്ക് കൈകളെ നീട്ടുവാനിടയാകട്ടെ. അത് താഴോട്ട് വായിക്കട്ടെ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം. ഹല്ലേലൂയ. ന്യൂ കവനന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പോൾ ഒരു പഴയ നിയമം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുതിയ നിയമം എന്ന് പറഞ്ഞത്. ആ പഴയ നിയമത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരു പുതിയ നിയമം നമുക്ക് വേണ്ടി തന്നു. എന്താണത്? ഹല്ലേലൂയ. അവന്റെ ക്രൂശ് മരണത്തിൽ കാൽവറി യാഗത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ഹല്ലേലൂയ അവൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിപ്പാനിടയായി, ദൈവമക്കളായി തീരുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ഏത് കുടുംബത്തിൽ ജനിച്ചാലും പ്രശ്നമില്ല. കർത്താവിനെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നീതീകരണവും അല്ലെങ്കിൽ രക്ഷാനിർണയമൊക്കെ പ്രാപിപ്പാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിടെ ആക്കിയല്ലോ. അതിന് കാരണമായി തീരുന്നത് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. സ്തോത്രം. അത് നമ്മൾ ഓർക്കുന്ന രാത്രിയാണ് ഇന്ന്. സ്തോത്രം. വേറെ പല കാര്യങ്ങളും നമുക്ക് ഓർക്കാനുണ്ട്. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ജീവി ദൈവത്തിൻ്റെ വാതിൽ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്വയശോധനയ്ക്കായി വായിക്കുന്ന ഒരു വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിച്ച് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തുടങ്ങിയാണ്. സ്തോത്രം. നിർബന്ധമായും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരും ഈ ഭാഗം വായിക്കാറുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടുമുക്കാലും പേർക്ക് ഇത് കാണാതെ അറിയാവുന്നതാണ്. എങ്കിലും എന്തുകൊണ്ട് വീണ്ടും വായിക്കുന്നു? സ്തോത്രം. സ്വയശോധന. ഞാൻ ഒരു 2 ഞായറാഴ്ച മുമ്പേ ഈ വിഷയം സംസാരിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. സെൽഫ് എക്സാമിനേഷൻ ഉള്ള സമയമാണ്. സ്തോത്രം. ഇത് അതിവിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധമായൊരു ശുശ്രൂഷയാണ് നടക്കുന്നത്. കർത്താവ് എൻ്റെ കരങ്ങളിൽ കറ പുറന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ മനസാക്ഷിയിൽ പുഴുക്കുത്ത് വീണിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്നോട് ക്ഷമിക്കണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാവൂ. ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിനായി നിനക്ക് ദൈവം പ്രത്യേകമായൊരു പദവി നൽകുന്നു, ശക്തി നൽകുന്നു. ഹല്ലേലൂയ.